ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന സിദ്ധാർത്ഥ് നിധിക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും അത് സ്റ്റാറ്റസ് ആക്കി ലവ് സിംബലും കിസിംഗ് സ്മൈലിയും ഒക്കെ വെക്കുകയാണ്. ഇത് സുധീഷ് കാണുകയും നിധിയും സുധീഷും കൂടി ഇക്കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുകയുമാണ്. രാത്രിയിൽ നിധിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയും ഓഫീസിൽ വരുമ്പോൾ ഒരു ശല്യമായി മാറുകയുമാണ് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥിന്റെ ക്യാബിനിലേക്ക് വന്ന നിധി വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയും വാണിംഗ് കൊടുക്കുകയുമാണ്. എന്റെ കല്യാണം കഴിഞ്ഞതാണ്, സുധീഷാണ് എന്റെ ഭർത്താവെന്നും നിധി സിദ്ധാർത്ഥിനോട് പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. നിധി തന്റെ ഫോണിൽ സുധീഷുമായുള്ള വിവാഹ ഫോട്ടോയും വെഡിംഗ് റിസപ്ഷന്റെ ഫോട്ടോസും കാണിക്കുകയാണ്. തന്നെ ഇനി ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ് നിധി ക്യാബിനിൽ നിന്ന് പോകുമ്പോൾ കണ്ണു നിറങ്ങി നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. തുടർന്ന് ഒരു കെട്ടിടം പണിയുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയർ സുഭാഷിനെയും കൂട്ടി ആർക്കിടെക്റ്റിനെ കാണാനായി ഒരു റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ്. ആർക്കിടെക്ട് സിദ്ധാർത്ഥാണ്. അവിടേക്ക് വന്ന എഞ്ചിനീയർ സിദ്ധാർത്ഥിനെ സുഭാഷിനെ പരിചയപ്പെടുത്തുകയാണ്. സന്തോഷത്തോടു കൂടി സുഭാഷ് പറയുന്നു, ഹലോ സർ, നമസ്കാരം. എനിക്ക് സാറിനെ നേരത്തെ അറിയാം സർ. ഞാൻ സുഭാഷ്. സാർ എന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. എന്റെ വീട്ടിലുള്ള നിധി സാറിന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. പഴയ വീട് കാണണമെന്ന് പറഞ്ഞ നിധിയുടെ ഒപ്പം സാർ എന്റെ വീട്ടിലേക്ക് വരികയും പിന്നീട് ഒരിക്കൽ നിധിയുടെ ബർത്ത്ഡേക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് സിദ്ധാർത്ഥ് പറയുകയാണ്, അയ്യോ ബ്രദർ സോറി, ഞാൻ ഫേസ് മറന്നുപോയി. സുഖമാണോ? പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു സർ. ഇതെല്ലാം കേട്ട് എഞ്ചിനീയർ പറയുകയാണ്, നിങ്ങൾ നേരത്തെ അറിയാവുന്നവരല്ലേ, ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, വർക്കിന്റെ കാര്യമൊക്കെ സുഭാഷിനോട് പറഞ്ഞാൽ മതി. ശരി സാർ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിന്റെ കൈ കൊടുത്ത് എഞ്ചിനീയർ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സിദ്ധാർത്ഥ് പറയുകയാണ്, സുഭാഷാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഞാനും പ്രതീക്ഷിച്ചില്ല സർ. ഞാനിങ്ങനെ ആർക്കിടെക്റ്റിനെ പോയി കാണാറൊന്നുമില്ല. എഞ്ചിനീയർ സാറ് പ്ലാൻ പറയും, ഞങ്ങൾ അത് ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ. ആദ്യമായിട്ടാ ആർക്കിടെക്റ്റിനെ കാണാനായൊക്കെ വരുന്നത്. ഇവിടെ വന്നപ്പോഴാ സാറാണ് ആർക്കിടെക്ട് എന്ന് ഞാൻ അറിഞ്ഞത്. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുന്നു, ശരി സുഭാഷിന് എന്താ കഴിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, എന്താ സുഭാഷ് ഇത്? അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നതല്ലേ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും റെസ്റ്റോറന്റിലായിരിക്കുന്നത്, ഭക്ഷണം കഴിക്കാതെ എങ്ങനെ? അങ്ങനെ സിദ്ധാർത്ഥ് ഉറക്കെ വെയിറ്ററിനെ വിളിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അയ്യോ സാർ അതൊന്നും വേണ്ട. അപ്പൊ സിദ്ധാർത്ഥ് പറയുന്നു, ജ്യൂസ് എങ്കിലും കുടിക്കണം. അങ്ങനെ സിദ്ധാർത്ഥ് 2 ജ്യൂസ് ഓർഡർ ചെയ്യുകയാണ്. അപ്പൊ സുഭാഷ് പറയുകയാണ്, നിധി പറഞ്ഞായിരുന്നു സാറ് വലിയ വലിയ പ്രോജക്റ്റ് ഒക്കെ എടുക്കുന്നുണ്ടെന്ന്. അത് നന്നായി ചെയ്യാൻ വേണ്ടി ദിവസവും രാത്രി ഉറങ്ങാതെയാണ് നിധി വർക്കൊക്കെ ചെയ്യുന്നത്. അന്നൊരിക്കൽ ഒരു പ്രധാനപ്പെട്ട പ്രസന്റേഷൻ അവതരിപ്പിക്കാനായി നിധി വീട്ടിൽ നിന്നും ലാപ്ടോപ്പ് ഒക്കെ എടുത്തോണ്ട് വന്നു. അത് ഓട്ടോയിൽ വെച്ച് മറന്നുപോയി. പിന്നെ സുധീഷ് കണ്ടുപിടിച്ചു കൊണ്ട് കൊടുത്തത്. ആ പ്രസന്റേഷൻ നിധി നന്നായി ചെയ്തു, സാറ് നിധിയെ അഭിനന്ദിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, അതെ ബ്രദർ, നിധി നന്നായി പ്രസന്റേഷൻ അവതരിപ്പിച്ചു. തുടർന്ന് അവർ ജ്യൂസ് കുടിച്ചോണ്ടിരുന്ന സൈറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എല്ലാം കേട്ട് സുഭാഷ് പറയുന്നു, ശരി സാർ, അങ്ങനെ തന്നെ ചെയ്യാം. സാർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ചെയ്തു തരാം. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുന്നു, സൂപ്പർ, ജ്യൂസ് കുടിക്ക്. പെട്ടെന്ന് സിദ്ധാർത്ഥ് ഓർക്കുകയാണ് സുധീഷ് തന്റെ ഭർത്താവാണെന്ന് നിധി പറഞ്ഞത്. തുടർന്ന് സിദ്ധാർത്ഥ് ചോദിക്കുന്നു, സുഭാഷും നിധിയും തമ്മിലുള്ള റിലേഷൻ എന്താ? സുഭാഷ് ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, നിധി സുഭാഷിന്റെ റിലേറ്റീവ് അല്ലേ? നിങ്ങളുടെ വീട്ടിലാ താമസിക്കുന്നതും. എന്താ റിലേഷൻ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. അപ്പോൾ സുഭാഷ് പറയുകയാണ്, അത് നിധി എന്റെ അനിയൻ സുധീഷിന്റെ വൈഫാണ്. ഇത് കേട്ട് സിദ്ധാർത്ഥ് ചോദിക്കുകയാണ്, അപ്പോ ശരിക്കും സുധീഷിന്റെ ഭാര്യ തന്നെയാണല്ലേ? അപ്പൊ സുഭാഷ് പറയുകയാണ്, അതെ സർ, നിധി എന്റെ അനുജൻ സുധീഷിന്റെ വൈഫ് തന്നെയാ. എന്ത് സർ, നിധി വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുകയാണ്, അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നായിരുന്നല്ലോ. അപ്പൊ നിധി സുധീഷ് കസിൻ ആണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പൊ പെട്ടെന്ന് സുഭാഷ് നിധി നിങ്ങളുടെ അനുജന്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയി, അത്രേ ഉള്ളൂ. ആക്ച്വലി നിധി ഇതിനെ കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ ഓഫീസിൽ വെച്ച് പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാറില്ല. അന്ന് നിധി പറഞ്ഞത് വെച്ച് നിധി നിങ്ങളുടെ കസിൻ ആണെന്നാ ഞാൻ വിചാരിച്ചത്. സുഭാഷിന്റെ അനുജന്റെ ഭാര്യയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ സുഭാഷ് പറയുകയാണ്, സർ, നിധി എന്റെ അനുജന്റെ ഭാര്യ തന്നെയാ. പിന്നെന്താ അന്ന് നിധി അങ്ങനെ പറഞ്ഞതെന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ സുഭാഷ് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. സുഭാഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സിദ്ധാർത്ഥ് പറയുന്നു, അല്ല സുഭാഷ്, ഹസ്ബൻഡിനെ ഹസ്ബൻഡ് എന്ന് തന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തണ്ടേ? സിദ്ധാർത്ഥിന്റെ വാക്കുകൾ കേട്ട് സുഭാഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നു, ഞാൻ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നോ? നിധി ഒന്ന് പറയുന്നു, സുഭാഷ് വേറൊന്ന് പറയുന്നു. എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ സുഭാഷ് പറയുകയാണ്, സർ, അവര് ഹസ്ബൻഡും വൈഫും ആണെന്ന് പുറത്തങ്ങനെ പറയാറില്ല. പേരിന് ഭാര്യയും ഭർത്താവുക. സുധീഷ് ഭർത്താവാണെന്ന് പറയാൻ നിധിക്ക് മടി ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടാണ് അന്ന് നിധി സാറിനോട് സുധീഷ് കസിനാണെന്ന് പറഞ്ഞത്. എന്താ അങ്ങനെയെന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അതൊരു വലിയ കഥയാണ് സർ. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുന്നു, ഇറ്റ്സ് ഓക്കെ, പറ
പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. അപ്പൊ സുഭാഷ് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല സർ, അവരുടെ കല്യാണം അപ്രതീക്ഷിതമായി നടന്നതാ. അതുകൊണ്ടാണ് അവർ നാട്ടുകാരുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നത്. അതറിയാത്തവരുടെ മുമ്പിൽ കല്യാണം കഴിഞ്ഞതാണെന്നുള്ള കാര്യം പറയില്ല. ഇത് കേട്ട് സിദ്ധാർത്ഥ ചോദിക്കുന്നു, അതെന്താ അങ്ങനെ? അവർക്ക് ഇഷ്ടമില്ലാതെ നിർബന്ധിച്ച് കല്യാണം നടത്തിയതാണോ? നിധി നിങ്ങളുടെ റിലേറ്റീവും കൂടെ അല്ലേ? അല്ല സാറിന് സുഭാഷ് പറയുമ്പോൾ സിദ്ധാർത്ഥ പറയുകയാണ്, എന്നോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ല സർ, സാറിനോട് പറയുന്നതിൽ എന്താ? നിധിയോട് അടുപ്പമുള്ള ആളല്ലേ സാർ, എനിക്ക് അനിയനെ പോലാ. സാറിനോട് പറയുന്നതിൽ എനിക്കെന്താ? അങ്ങനെ സുഭാഷ് നടന്ന കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥനോട് പറയുകയാണ്. സുധീഷ് നിധിയുടെ വീട്ടിൽ ഡ്രൈവറായി ജോലിക്ക് പോയതും സൂര്യയുമായുള്ള കല്യാണ തലേന്ന് നിധി സുധീഷിന്റെ ഒപ്പം തിരുവനന്തപുരത്തേക്ക് വന്നതും നിധിയുടെ അച്ഛനും ചേട്ടനും സൂര്യയും ഗുണ്ടകളുമെല്ലാം പിന്നാലെ വന്നതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിധിയുടെ കഴുത്തിൽ സുധീഷ് താലി കിട്ടിയതും സുഭാഷ് വെഡിംഗ് റിസപ്ഷൻ നടത്തിയതും പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതവും നിധി ഡിവോഴ്സിനായി ശ്രമിക്കുന്നതുമെല്ലാം സുഭാഷ് സിദ്ധാർത്ഥനോട് പറയുകയാണ്. എല്ലാം കേട്ട സിദ്ധാർത്ഥ ചോദിക്കുന്നു, എന്താ സുഭാഷ് ഇതെല്ലാം? ഇതൊക്കെ സിനിമയിൽ നടക്കുന്നത് പോലെ ഉണ്ടല്ലോ. വീട്ടുകാര് നിശ്ചയിച്ച കല്യാണം ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിധി വീട്ടിൽ നിന്നും ഇറങ്ങി വന്നതാണ്. അതിന് ഹെൽപ്പ് ചെയ്ത സുഭാഷിന്റെ അനുജൻ വേറെ വഴിയില്ലാതെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിധിയുടെ കഴുത്തിൽ താലി കിട്ടി. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, അതെ സർ, ഇപ്പോ അവര് രണ്ടുപേരും ഡിവോഴ്സിന് ശ്രമിക്കുകയാണ്. അവരുടെ കല്യാണം ഇഷ്ടമില്ലാതെ നടന്നതല്ലേ, അതുകൊണ്ടാ നാട്ടുകാരുടെ മുമ്പിൽ മാത്രം അവർ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നത്. ഡിവോഴ്സിനായി അവർ കോർട്ടിലൊക്കെ പോയി. ഹിയറിംഗിനാണോ എന്ന് സിദ്ധാർത്ഥ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അതെ സർ, പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് സർ, എന്തെങ്കിലും ഒരിക്കൽ നിധിയും സുധീഷും പരസ്പരം മനസ്സിലാക്കുമെന്ന്. അവർ ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. സാർ വേണമെങ്കിൽ നോക്കിക്കോ, അവർ രണ്ടുപേരും ഉറപ്പായും ഒരുമിച്ച് ജീവിക്കും. നിധി നല്ല കുട്ടിയാ, സുധീഷ് നല്ല പയ്യനാ. അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാകും. ഇത് കേട്ടൊന്ന് ആലോചിച്ച് സിദ്ധാർത്ഥ സുഭാഷിനെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, സാർ എന്താ പറയുന്നത്? അവർ ഒരുമിച്ച് ജീവിക്കണ്ടേ? ഒന്ന് പതറി സുഭാഷിനെ നോക്കി പുഞ്ചിരിച്ച് സിദ്ധാർത്ഥ പറയുന്നു, സുഭാഷ് ജ്യൂസ് കുടിക്കുക. ഇത് കേട്ട് സുഭാഷ് ജ്യൂസ് കുടിക്കുമ്പോൾ ആലോചിച്ച് നിൽക്കുകയാണ് സിദ്ധാർത്ഥ. തുടർന്ന് വിഷമത്തോടുകൂടി തോമസ് ഏട്ടന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് സുധീഷ്. തോമസ് ഏട്ടൻ കാര്യം അന്വേഷിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമമാണ് തോമസ് ഏട്ടാ, ഞാൻ അത് ആരോട് പറയും? അപ്പോൾ തോമസ് ഏട്ടൻ പറയുകയാണ്, നീ എന്നോട് പറയടാ, നിനക്ക് ഞാനില്ലേ, എന്ത് പ്രശ്നമാണെങ്കിലും നീ ധൈര്യമായിട്ട് എന്നോട് പറ. അപ്പൊ സുധീഷ് പറയുകയാണ്, തോമസ് ഏട്ടാ, എനിക്ക് നിധിയെ നഷ്ടപ്പെടുമോ എന്ന് ഭയമാ. ഇപ്പൊ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പേടിക്കുന്നതെന്ന് തോമസ് ഏട്ടൻ ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് തോമസ് ഏട്ടാ എന്ന് പറയുകയാണ് സുധീഷ്. തോമസ് ഏട്ടൻ ചോദിക്കുന്നു, അങ്ങനെ എന്താണ് നടന്നത്? സുധീഷ് സിദ്ധാർത്ഥിന്റെ കാര്യം തോമസ് ഏട്ടനോട് പറയുകയാണ്. നിധി തന്റെ പെണ്ണാണെന്ന് സിദ്ധാർത്ഥ സുധീഷിനോട് പറഞ്ഞതും നിധിക്ക് സമ്മാനം കൊടുക്കുന്നത് സ്റ്റാറ്റസ് ആക്കി ഇട്ടതും നിധിക്ക് രാത്രിയിൽ സിദ്ധാർത്ഥ് മെസ്സേജ് അയക്കുന്നതുമെല്ലാം സുധീഷ് തോമസ് ഏട്ടനോട് പറയുകയാണ്. എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് തോമസ് ഏട്ടൻ ചോദിക്കുന്നു, ഇതാണോ കാര്യം? ഇതില് പ്രശ്നം മുഴുവൻ നിന്റെ ഭാഗത്താണല്ലോ, ഞാൻ എന്താ ചെയ്തതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ തോമസ് ഏട്ടൻ ചോദിക്കുകയാണ്, നീ എന്തിനാടാ നിങ്ങളുടെ ഇടയിലേക്ക് മറ്റൊരുത്തം വരുമെന്ന് ഭയക്കുന്നത്? നിനക്ക് ആ കുട്ടിയെ എത്ര ഇഷ്ടമാണെന്ന് നീ അവളോട് തുറന്നു പറയണം. അപ്പൊ സുധീഷ് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞില്ലെന്നാണോ വിചാരം? കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയെല്ലാം ഞാൻ പറഞ്ഞു, പക്ഷെ നിന്നെയൊക്കെ മനുഷ്യൻ പ്രേമിക്കുമെന്ന് ചോദിച്ച് അവൾ എന്റെ പ്രണയം തള്ളിക്കളഞ്ഞു പോയി. ഇത് കേട്ട് തോമസ് ഏട്ടൻ ചോദിക്കാണ്, എടാ ഇതൊക്കെ എന്ന് നടന്നതാ? അതിനുശേഷം നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നടന്നു? ഇപ്പതേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുത്തൻ കയറി വന്ന് സ്കോർ ചെയ്യാൻ നോക്കുന്നു. നീ ആണെങ്കിൽ അതോർത്ത് മനസ്സ് വിഷമിച്ച് നടക്കുന്നു. നിന്റെ മനസ്സിലുള്ളത് ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്ക്. അവൾ സുധീഷ് പറയുകയാണ്, തോമസ് ഏട്ടാ, ഞാൻ എല്ലാ രീതിയിലും എന്റെ മനസ്സ് തുറന്നു പറഞ്ഞു, ഇനി എന്റെ ചങ്ക് തുറന്നു കാണിക്കണം. അത് കണ്ടവൾ ചെമ്പരത്തി പൂവാണെന്ന് പറഞ്ഞു പോകും. അവക്ക് എന്നെ ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ എന്ത് യോഗ്യതയാ എനിക്കുള്ളത്? നല്ല പഠിത്തമുണ്ടോ? നല്ല ജോലിയുണ്ടോ? ഇല്ല, ഒരു ബൊട്ട കമ്പനിയിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. ഇത് കേട്ട് തോമസ് ഏട്ടൻ ചുമയ്ക്കുമ്പോൾ ഒന്ന് പതറി സുധീഷ് പറയുകയാണ്, പൊട്ട കമ്പനിയല്ല, ഒരു നല്ല കമ്പനിയിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. എന്റെ കയ്യിൽ ഒരുപാട് പണം ഒന്നുമില്ല. അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം എനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാണാനും വലിയ സ്റ്റൈലൊന്നുമില്ല. ചിരിച്ചുകൊണ്ട് തോമസ് ഏട്ടൻ പറയുന്നു, എടാ സുധീഷ്, നിന്നെ കാണാൻ സിനിമാ നടനെ പോലെ ഉണ്ടടാ, നിനക്ക് എന്താ സ്റ്റൈലിന് കുറവ്? സുധീഷ് ചോദിക്കുന്നു, ആര്? ഞാനോ? 2 ബട്ടൺ തുറന്നിട്ട് ഷർട്ട് ഇട്ടോട്ട് നടന്നാൽ സ്റ്റൈലാകോ? ഞാൻ ഇതിന്റെ സ്റ്റൈലാണെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ വിട്. അവൾക്ക് ജീവിക്കാൻ നല്ലൊരു വീടുണ്ടോ? എനിക്ക് ഒന്നുമില്ല. ഒരു പെണ്ണിന് ബേസിക് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ പോലും എനിക്ക് അവൾക്ക് കൊടുക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ അവൾ എന്നെ ഇഷ്ടപ്പെടുക? ഇത് കേട്ട് തോമസ് ഏട്ടൻ പറയുകയാണ്, നീ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതും കറക്റ്റാ. അപ്പൊ പിന്നെ അവളെ അവളുടെ വഴിക്ക് അങ്ങ് വിട്ടേക്ക്. ഇത് കേട്ട് സുധീഷ് തോമസ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ തോമസ് ഏട്ടൻ ചോദിക്കുന്നു, എന്താടാ നീ കറക്റ്റ് അല്ലേ പറഞ്ഞത്? നിന്റെ കയ്യിൽ ഒന്നുമില്ല. ആ പെണ്ണാണെങ്കിലോ എല്ലാവിധ സൗകര്യത്തോടും കൂടി ജീവിച്ചവൾ. നീ പറയുന്നതെല്ലാം ശരിയാടാ. അപ്പൊ സുധീഷ് പറയുകയാണ്, തോമസ് ഏട്ടാ, ഞാൻ അവളെ പ്രണയിക്കുന്നു. അങ്ങനെയൊന്നും എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല അവളെ. ഇത് കേട്ട് തോമസ് ഏട്ടൻ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേടാ, ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് നിന്നെ പോലെ ഉള്ളവരെയാണ് ഇഷ്ടം. ദേ നോക്ക്, നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഒരു സൗകര്യം ഇല്ലാത്ത വീട്ടിൽ വന്ന് അവള് ജീവിക്കുന്നത്? എടാ സുധീഷ്, എപ്പോഴും നീ നിന്നെ കുറച്ച് കാണാതെ. ദേ നോക്ക്, ഉറപ്പായിട്ടും പറയുക, ആ കുട്ടിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടാ. നീ വേണമെങ്കിൽ നോക്കിക്കോ, അധികം വൈകാതെ ആ കുട്ടി തന്നെ
വന്ന് നിന്നോട് പറയും എനിക്കിതിന്റെ ഒരുപാട് ഇഷ്ടമാണെന്ന്. സുധീഷ് ചോദിക്കുന്നു, എങ്ങനെ പറയാനാ തോമസ് ഏട്ടാ, എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ഇങ്ങനെ വേറൊരു കാര്യം ഓർത്ത് വിഷമിച്ചിട്ടില്ല. നീ വിഷമിക്കാതെടാന്ന് തോമസ് ഏട്ടൻ പറയുമ്പോൾ ശരി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. തോമസ് ഏട്ടൻ പറയുന്നു, പാവം സുധീഷ്. തുടർന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നിധിയോട് ദിവ്യ ചോദിക്കുന്നു, നിധി നമുക്ക് ഇറങ്ങിയാലോ? സമയം നോക്കിയിട്ട് നിധി പറയുന്നു, ആ സമയമായി, നമുക്ക് ഇറങ്ങാം. ഈ സമയം അവിടേക്ക് വന്ന സിദ്ധാർത്ഥ് പറയുന്നു, നിധി, ദിവ്യ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്യണം, കുറച്ച് വർക്കുണ്ട്. ശരി സിദ്ധാർത്ഥ് എന്ന് ദിവ്യ പറയുമ്പോൾ നിധി സംശയത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ്. സ്റ്റാഫുകളൊക്കെ പോകാനായി തുടങ്ങുന്നു. നിധി ചോദിക്കുന്നു, എന്തു വർക്കാ? അപ്പോൾ ദിവ്യ പറയുകയാണ്, അറിയില്ല, ഒരുപക്ഷെ നമുക്ക് പുതിയ പ്രോജക്റ്റ് തരാനാണോ? പോകാൻ തുടങ്ങുന്ന സമയത്താണോ എന്ന് നിധി ചോദിക്കുമ്പോൾ ദിവ്യ പറയുകയാണ്, അതാ ഞാനും ആലോചിക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം നിധി. തുടർന്ന് സ്റ്റാഫുകൾ എല്ലാവരും പോയതിനു ശേഷം ദിവ്യ പറയുകയാണ്, നിധി ഒരുപാട് ലേറ്റ് ആകുന്നല്ലോ, ഇനി ലേറ്റ് ആയിട്ട് പോയാൽ ഹോസ്റ്റലിൽ എനിക്ക് ഫുഡ് കിട്ടില്ല. ശരി ഞാൻ പോയി ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞ് നിധി സിദ്ധാർത്ഥിന്റെ ക്യാബിനിലേക്ക് പോവുകയാണ്. വാ നിധി എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ നിധി പറയുകയാണ്, സിദ്ധാർത്ഥ് ഒരുപാട് ലേറ്റ് ആകുന്നു, ലേറ്റ് ആയിട്ട് ചെന്നാൽ ദിവ്യക്ക് ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കിട്ടില്ല. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുകയാണ്, ശരി ഓക്കെ, അപ്പം ദിവ്യയോട് പൊയ്ക്കോളാൻ പറ. ദിവ്യയോട് ഞാൻ നാളെ സംസാരിച്ചോളാം, നിധി വെയിറ്റ് ചെയ്യണം. ശരി എന്ന് പറഞ്ഞ് നിധി ദിവ്യയുടെ അരികിലേക്ക് വരുമ്പോൾ ദിവ്യ ചോദിക്കുന്നു, എന്താ നിധി, എന്താ പറഞ്ഞത്? അപ്പൊ നിധി പറയുകയാണ്, ദിവ്യക്ക് സമയമായെങ്കിൽ പൊയ്ക്കോളാനാ പറഞ്ഞത്, നാളെ ദിവ്യയോട് സംസാരിക്കാമെന്ന്, എന്നോട് മാത്രം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് കേട്ട് ദിവ്യ പറയുന്നു, ശരി നിധി ഞാൻ പോട്ടെ. സിദ്ധാർത്ഥ് പറയുന്നതെല്ലാം കേട്ടിട്ട് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരി എന്ന് നിധി പറയുമ്പോൾ ബൈ നിധി എന്ന് പറഞ്ഞ് ദിവ്യ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിധി മാത്രം സിദ്ധാർത്ഥിനെ വെയിറ്റ് ചെയ്ത് ഓഫീസിൽ ഇരിക്കുകയാണ്. 6 മണി ആകാറായിട്ടും സിദ്ധാർത്ഥ് വരുന്നില്ല. പെട്ടെന്ന് നിധി കാണുകയാണ് ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സിദ്ധാർത്ഥിനെ. സിദ്ധാർത്ഥ് എന്ന് വിളിച്ച് പിന്നാലെ വന്ന നിധി ചോദിക്കുന്നു, എന്താ വർക്ക്? അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, നിധി വെയിറ്റ് ചെയ്യും, ഇമ്പോർട്ടന്റ് വർക്കാണ്, ഞാൻ പറയാം. അങ്ങനെ സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി അവിടേക്ക് ഇരിക്കുകയാണ് നിധി. വാച്ചിൽ സമയം നോക്കിയിട്ട് നിധി പറയുകയാണ്, സമയം ഒരുപാടായല്ലോ, എന്തിനാ സിദ്ധാർത്ഥ് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്? അങ്ങനെ നിധി നികേഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പറയെട്ടത്തിന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, നികേഷ് എനിക്കിന്ന് കുറച്ച് വർക്കുണ്ട്, ഞാൻ വരാൻ ലേറ്റ് ആകും, നീ വീട്ടിൽ പറയണം. ഇത് കേട്ട് നികേഷ് പറയുന്നു, ശരി ഏട്ടത്തി, വർക്കെല്ലാം കഴിഞ്ഞ് സൂക്ഷിച്ചു വരണം. ശരി നികേഷ് എന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്ത് ചുറ്റും നോക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അവിടേക്ക് വന്ന സിദ്ധാർത്ഥ് ചോദിക്കുന്നു, നിധി ദിവ്യ പോയോ? അപ്പോൾ നിധി പറയുകയാണ്, ദിവ്യ എപ്പോഴേ പോയി, സിദ്ധാർത്ഥ് ഇതുവരെ എന്താ വർക്കെന്ന് പറഞ്ഞില്ല, എനിക്ക് ലേറ്റ് ആകുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, അതൊന്നുമില്ല നിധി, എനിക്ക് നിധിയോട് തനിച്ച് സംസാരിക്കാനുണ്ട്. നിധി ചോദിക്കുന്നു, തനിച്ച് സംസാരിക്കണമെന്നോ? അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, എവിടെയെങ്കിലും വിളിച്ചാൽ മാഡം വരില്ലല്ലോ, അതാ എല്ലാവരോടും പോകാൻ പറഞ്ഞിട്ട് നിധിയോട് തനിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അരികിലേക്ക് ഇരിക്കുമ്പോൾ നിധി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. നിധിയുടെ കയ്യിൽ കയറി പിടിച്ച് സിദ്ധാർത്ഥ് പറയുന്നു, ഇരിക്കും നിധി. ടെൻഷനോടുകൂടി നിധി പറയുകയാണ്, സാരമില്ല. കയ്യിൽ പിടിച്ച് അവിടേക്ക് ഇരുത്തിക്കൊണ്ട് സിദ്ധാർത്ഥ് പറയുകയാണ്, ഇരിക്കും നിധി. കൈ തട്ടി മാറ്റി നിധി അവിടേക്ക് ഇരിക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, നിധി ടെൻഷൻ ആകുകയൊന്നും വേണ്ട, നിധിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനുവേണ്ടി ഇരിക്കാൻ പറഞ്ഞത്. അപ്പൊ നിധി പറയുകയാണ്, സിദ്ധാർത്ഥ് എനിക്ക് പോണം. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുകയാണ്, നിധി എനിക്ക് നിധിയോട് സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നിധി പറയുകയാണ്, എന്താണെങ്കിലും നമുക്ക് നാളെ സംസാരിക്കാം. അപ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ ഇവിടെ നിധിയെ എന്ത് ചെയ്യാനാ? ടെൻഷനോടുകൂടി അവിടെ എഴുന്നേറ്റ് ബാഗ് എടുത്തുകൊണ്ട് നിധി പറയുന്നു, ഇല്ല സിദ്ധാർത്ഥ് ഞാൻ പോവാം. അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, നിധി പ്ലീസ് 10 മിനിറ്റ്സ് പ്ലീസ് ഇരിക്ക്. ഇത് കേട്ട് നിധി ആലോചിച്ച് നിൽക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, നിധി പ്ലീസ് 10 മിനിറ്റ് എടുക്കൂ, ഇരിക്കും നിധി. ഇത് കേട്ട് നിധി അവിടേക്ക് ഇരിക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, നിധി എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സിദ്ധാർത്ഥിനെ നോക്കുകയാണ് നിധി. അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, എസ് നിധി, നോക്ക്, നീ സ്മാർട്ടാണ്, ബുദ്ധിമതിയാണ്, നിന്നെ ജോലിക്കെടുത്ത ആ ദിവസം തന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവായിട്ട് നന്നായി ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ ഇഷ്ടമാണ്, പക്ഷെ നിധി എനിക്ക് സ്പെഷ്യലാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് നിധി പറയുന്നു, സിദ്ധാർത്ഥ് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അങ്ങനെ നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കണേ, എന്താ നിധി, ഇഷ്ടമുള്ള പെൺകുട്ടിയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നത് തെറ്റാണോ? അപ്പോൾ നിധി പറയുകയാണ്, എന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, അങ്ങനെയാണോ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, എന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ രാവിലെ തെളിവ് കാണിച്ച് സിദ്ധാർത്ഥിനോട് പറഞ്ഞതാ, ഇപ്പൊ വന്ന് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? സിദ്ധാർത്ഥ് ചോദിക്കുന്നു, എന്താ പറഞ്ഞത്? നിധിയുടെ കല്യാണം കഴിഞ്ഞെന്ന്. അപ്പോൾ നിധി പറയുകയാണ്, സിദ്ധാർത്ഥ് എന്റെ കല്യാണം കഴിഞ്ഞതാ, സുധീഷ് എന്റെ ഹസ്ബൻഡ്. ഇങ്ങനെ ഒരു കാര്യം നടക്കാത്ത രീതിയിൽ സിദ്ധാർത്ഥിന് സംസാരിക്കാൻ പറ്റും, പക്ഷെ അതുകൊണ്ടത് സത്യമാകില്ലല്ലോ. എന്നെ ഇങ്ങനെ ശല്യം ചെയ്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തെറ്റാണ് സിദ്ധാർത്ഥ്. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുകയാണ്, നിധി മതി, നിധിയുടെ കല്യാണം കഴിഞ്ഞ കഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് ഞാൻ റെസ്റ്റോറന്റിൽ വെച്ച് സുഭാഷിനെ കണ്ടിരുന്നു, സുഭാഷ് എന്നോടെല്ലാം പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് നിധി. അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, നിധി സുഭാഷ് എന്നോടെല്ലാം പറഞ്ഞെന്ന്. നിധിയുടെയും സുധീഷിന്റെയും കല്യാണം ഒരു ഫേക്ക് മാരേജ് ആയിരുന്നു, ഒരു ഡ്രാമ കല്യാണം. ടെൻഷനോടുകൂടി നിധി മനസ്സിൽ പറയുകയാണ്, ഇയാളെ മീറ്റ് ചെയ്ത് സുഭാഷ് ഏട്ടൻ ഇതെല്ലാം പറഞ്ഞു, ഇയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു ഇയാൾ. അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, നിധിയുടെ ലൈഫിലെ എന്താ നടന്നെന്നുള്ള എല്ലാ കഥയും എനിക്കറിയാം, സുഭാഷ് എല്ലാം എന്നോട് പറഞ്ഞു. നിധിയുടെ അച്ഛൻ ഒരു കല്യാണം നിശ്ചയിച്ചപ്പോൾ ആ കല്യാണം ഇഷ്ടമില്ലാതെ മാഡം
വീട്ടിൽ നിന്ന് ഒളിച്ചോടി. അന്ന് നിധിയെ സഹായിക്കാൻ സുധീഷ് ഡ്രൈവറായിട്ട് വന്നതാണ്. നിധിയുടെ അച്ഛൻ നിങ്ങളെ ചേസ് ചെയ്തപ്പോൾ അച്ഛന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വേറെ വഴിയില്ലാതെ സുധീഷിനെ കല്യാണം കഴിച്ചു. ദേ നോക്ക്, ആ നിമിഷം നിധിയെ സംബന്ധിച്ച് ഒരു കള്ള കല്യാണമാണ്. പക്ഷെ നിധി പോലും അറിയാതെ ആ കല്യാണം രജിസ്റ്ററായി. ആ കല്യാണത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 ഹിയറിംഗ് കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ദേ നോക്ക് നിധി, ശരിക്കും പറഞ്ഞാൽ സുധീഷ് നിന്റെ ഹസ്ബൻഡ് അല്ല. നടന്നത് ഒരു ഫേക്ക് മാരേജ് ആണ്. പിന്നെന്താ, നിധി എന്റെ പെണ്ണാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നത്? എന്റെ പെണ്ണിനെ ഞാൻ എന്റെ പെണ്ണെന്നല്ലേ പറയാൻ പറ്റൂ? ഇത് കേട്ട് കണ്ണു നിറഞ്ഞ ദേഷ്യത്തോടു കൂടി സിദ്ധാർത്ഥനെ നോക്കുകയാണ് നിധി. അപ്പോൾ സിദ്ധാർത്ഥ പറയുകയാണ്, നിധി ദേ നോക്ക്, ആ ഡിവോഴ്സ് കേസ് കഴിയുന്നതോടുകൂടി നിങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിക്കും. അവനെ ഒഴിവാക്കി വിട് നിധി. ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ നിധിക്ക് ആ വീട്ടിൽ താമസിക്കേണ്ട ഒരു കാര്യമില്ല. എന്തിനാ നിധി അത്ര ആണുങ്ങളുള്ള വീട്ടിൽ നിധി താമസിക്കുന്നത്? നിനക്ക് ഞാൻ നല്ലൊരു ഫ്ലാറ്റ് കണ്ടെത്തി തരാം, നീ അവിടെ താമസിക്ക്. ഒരു കാര്യം ചെയ്യാം, നാളെ തന്നെ ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്യാം. നിധി അങ്ങോട്ടേക്ക് മാറാൻ നോക്കിക്കോ. ദേഷ്യത്തോടുകൂടി നിധി ചോദിക്കുന്നു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്ക് ഫ്ലാറ്റും വീടും ഒക്കെ നോക്കാൻ നിങ്ങളാരാ? ഈ ഓഫീസില് ജോലി ചെയ്യാൻ മാത്രമാണ് ഞാൻ വരുന്നത്. അത് മാത്രം ചെയ്താൽ പോരെ? എന്തിന് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറയണം? അപ്പോൾ സിദ്ധാർത്ഥ പറയുകയാണ്, നിധി എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിധി ചോദിക്കുകയാണ്, ഇത് ചോദിക്കാൻ വേണ്ടിയാണോ രാത്രി 8 മണി വരെ ഞാൻ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞത്? ഞാൻ എവിടെ താമസിച്ചാലും നിങ്ങൾക്കെന്താ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞതിന് ശേഷവും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തൊക്കെയോ പറയുന്നു. ഞാൻ പറഞ്ഞത് സത്യമല്ലേന്ന് സിദ്ധാർത്ഥ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് സത്യമായിക്കോട്ടെ, അത് നിങ്ങളോട് പറയേണ്ടതോ എന്റെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമോ എനിക്കില്ല. ദിസ് ഇസ് മൈ പേഴ്സണൽ മാറ്റർ. നിങ്ങൾ ഇതിൽ അനാവശ്യമായി ഇടപെടുന്നത് ശരിയല്ല. നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളുടെ ലൈഫിലും ഇതുപോലെ തലയിടാറുണ്ടോ? നോക്ക്, എന്റെ കല്യാണം എങ്ങനെ വേണമെങ്കിൽ നടക്കട്ടെ, പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞതാണ്. സുധീഷ് ആണ് എന്റെ ഹസ്ബൻഡ്. സുധീഷിനെ ഞാൻ എന്റെ ഹസ്ബൻഡായിട്ട് തന്നെ കാണുന്നത്. ഇതാണ് സത്യം. ഇതല്ലേ ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ തന്നെ എന്റെ പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ കയറി ഇടപെടുന്നത്? ഇത് കേട്ട് സിദ്ധാർത്ഥ പറയുകയാണ്, ശരി ഓക്കെ, നിധി പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരാം. സുധീഷ് നിന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പിന്നെന്തിനാ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത്? ഇത് കേട്ട് നിധി പറയുകയാണ്, അത് ഞങ്ങളുടെ പ്രശ്നമാണ്, അത് ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ നിധി ബാഗും എടുത്ത് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ, ഞാൻ പറയുന്നത് കേൾക്കും നിധി. നിധി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നിധിയെ തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, മാറി നിൽക്കൂ. നിധി ഒരു മിനിറ്റ് എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ നിധി പറയുകയാണ്, മാറി നിൽക്കാനാ പറഞ്ഞത് സിദ്ധാർത്ഥ്. അപ്പൊ സിദ്ധാർത്ഥ ചോദിക്കുന്നു, എന്താ നിധി ഇങ്ങനെ? ഞാൻ സത്യം അറിഞ്ഞതിന്റെ ദേഷ്യമാണോ? ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ നിധിയെ തെറ്റിദ്ധരിക്കത്തുമില്ല. അത് വെറും ഡ്രാമ കല്യാണമല്ലേ? അത് വേണ്ടാന്ന് വെച്ച് നിധി വാ, ഞാൻ നിധിയെ കല്യാണം കഴിച്ചോളാം. നിധിയുടെ കല്യാണം സെക്കൻഡ് മാരേജ് ആണെന്ന് ഞാൻ ചിന്തിക്കുക പോലുമില്ല. നിധിക്ക് നടന്ന മാരേജ് നമുക്ക് മറക്കാം. നിധി എന്താ പറയുന്നത്? ദേഷ്യത്തോടു കൂടി സിദ്ധാർത്ഥനെ ഒന്ന് നോക്കിയിട്ട് നിധി അവിടെ നിന്ന് പോവുകയാണ്. നിധി ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ പിന്നാലെ ഓടി വരുന്നു. പുറത്തേക്ക് പോകുന്ന നിധിയെ തടങ്ങി നിർത്തിക്കൊണ്ട് സിദ്ധാർത്ഥ ചോദിക്കുന്നു, നിധി എന്തിനാ എന്നോട് ഇത്രയും ദേഷ്യം? നോക്ക് നിധി, ഒരുപാട് ലേറ്റ് ആയി, ഞാൻ നിധിയെ ഡ്രോപ്പ് ചെയ്യാം. വിരൽ ചൂണ്ടി നിധി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് ക്രോസ് ചെയ്തു പോവുകയാണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാകില്ല. എന്നെ കൊണ്ടും കൂടുതൽ പറയിപ്പിക്കേണ്ട. അങ്ങനെ നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ തടങ്ങിക്കൊണ്ട് സിദ്ധാർത്ഥ പറയുകയാണ്, നിധി പ്ലീസ്, ഒരുപാട് ലേറ്റ് ആയി. നിധി തനിച്ചു പോകണമല്ലോ എന്നോർത്ത് വിഷമിച്ചാ ഞാൻ പറഞ്ഞത്. നിധി ചോദിക്കുന്നു, എന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ എന്റെ ആരാ? കമ്പനിയിലെ ബോസ്. ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ്, അത്രേ ഉള്ളൂ. ഇത് മാത്രമാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. അല്ലാതെ നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന എല്ലാ കാര്യത്തിനും മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ വീട്ടിലേക്ക് എങ്ങനെ പോകണമെന്ന് എനിക്കറിയാം. അങ്ങനെ ദേഷ്യത്തോടു കൂടി നിധി അവിടെ നിന്ന് പോകുമ്പോൾ നിധി എന്ന് വിളിച്ച് ടെൻഷനോട് കൂടി ആലോചിച്ച് നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്